ഹലോ, ഇനി നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയെടുത്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി അരി 3 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. ബസ്മതി അരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ജെല്ല ബസ്മതി റൈസോ അങ്ങനെ വൈറ്റ് കളറിലുള്ള എടുക്കുക കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുക്കുക. വൈറ്റ് കളറിലുള്ള നോക്കിയിട്ട് എടുക്കുക. അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഇതുപോലെ കുഞ്ഞതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ സോയാ സോസും അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതവിടെ നിന്ന് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചധികം നമുക്ക് ഇതിൽ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അരി ഇട്ടിട്ട് വെന്തിട്ട് ഊറ്റിയെടുക്കാനുള്ള. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർക്കുക. ഞാൻ 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരാട്ടോ ചേർത്തിട്ടുള്ളത്. ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും കുഴഞ്ഞു പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്. സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിലൊന്നും ചെയ്യരുത് കേട്ടോ ഫ്രൈഡ് റൈസ് ഒന്നും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് മാറിപ്പോവും. എന്നിട്ട് അതിലേക്ക് ഒരു ചിക്കൻ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ കുക്കറിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം സോക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് കഴുകണം കേട്ടോ അരി. അതിന് ശേഷം സോക്ക് ചെയ്താൽ മതി. ഇത് ഊറ്റി സോക്ക് ചെയ്തതിന് ശേഷം കഴുകിയാൽ അത് പൊട്ടിപ്പോകും കേട്ടോ അരി. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു 80-90% കുക്കാവുന്ന വരെ ചെയ്യാം കേട്ടോ. ഓവറായിട്ട് കുക്കായാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചിട്ടുണ്ട്. സെയിം പാനിൽ കുറച്ചൊരു ഓയിൽ ഒരു ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചതും അതുപോലെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു മുട്ട ചിക്കി പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കണമെങ്കിൽ ഈ മുട്ട മാത്രം മതി, ചിക്കൻ വേണ്ടാന്ന് വെക്കാം കേട്ടോ. ചിക്കനും കൂടെ ഉണ്ടായ ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് രണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഈ ഒരു പാനിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ ആ ഒരു റൈസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വലിയ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൊള്ളുന്ന ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു ചൂട് മൊത്തം പോയി ഒരു ഫാനിൻ്റെ ചുവട്ടിൽ വെക്കണം കേട്ടോ. ഇതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് മൊത്തം പോകണം. അത് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് വേറിട്ട് നിൽക്കണമല്ലോ നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈഡ് റൈസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാം കേട്ടോ. 3 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ചെറിയതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 കപ്പ് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് ക്യാപ്സിക്കം, കാബേജ്, ബീൻസ്, ക്യാരറ്റ് ഇതെല്ലാം 1 കപ്പ് വീതവും കൂടി ഇതുപോലെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഉണ്ടാകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെജിറ്റബിൾസ് ഇതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവേണ്ട കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച കളറ് മാറിപ്പോവരുത്. ആ രീതിയിൽ വേണം വഴറ്റാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് നന്ന ഹൈ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. എന്നിട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂണും അതുപോലെ ചില്ലി സോസ് 2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസ് 1/4 ടേബിൾ സ്പൂൺ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണോ എന്നുള്ളത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. സോയാ സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് അതൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും അതുപോലെ തന്നെ ചിക്കനും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആവി പോകാനൊക്കെ വേണ്ടി ഇവിടെ മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വേറിട്ടാണ് നമ്മുടെ ഓരോ അരിമണിയും നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ വേണം കിട്ടാനായിട്ട് കേട്ടോ. പരസ്പരം ഒട്ടി പിടിക്കരുത്, അതുപോലെ ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്. ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ വലിയ പാത്രത്തിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ ഒരു മരത്തവി വെച്ചിട്ട് ഇതുപോലെ മെല്ലെ മെല്ലെ അടിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ പാത്രം വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുത്താലും മതി. ഇതുപോലെ ചെയ്തെടുത്താലും മതി കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തണം എന്ന് മാത്രം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലെല്ലാം നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിലൊന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഫ്രൈഡ് റൈസ് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കോമ്പിനേഷനായിട്ട് കടായി തയ്യാറാക്കിയെടുക്കാം, ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഞാൻ ചിക്കൻ ചില്ലി ആട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്